കരിക്കാന്ന് തോന്നുന്നു. KSEBക്കാർ ലൈനിലോട്ട് ഇരിക്കുന്ന തെങ്ങെല്ലാം വിട്ടു കേട്ടോ. ഇടയ്ക്കാണ് ലോട്ടറിയാ. വലിയ ക്രെയിൻ ഉപയോഗിച്ച വെട്ടുന്ന കേട്ടോ. ക്രെയിനെ കയറി എന്നിട്ട് അതിനകത്ത് തുട്ടിക്കകത്ത് നിന്നാണ് വെട്ടുന്നത്. പെട്ടെന്ന് വെട്ടുന്ന പരിപാടി. അത് ഈ പ്രാവശ്യം മഴയ്ക്കേ ഒത്തിരി മരങ്ങളൊക്കെ വീണില്ലേ, അതുകൊണ്ടാണ് അവരിത്. അതന്നെയല്ല, അപകടകരമായ മരം കമ്പിയുടെ മേളിൽ ഇപ്പൊ വീണാൽ നമ്മള് നഷ്ടപരിഹാരം കൊടുക്കണം. നമ്മൾ പറയാ ഇത് തെങ്ങ് വെട്ടണ്ടെന്ന് പറഞ്ഞാല് ഒടിഞ്ഞ് പോസ്റ്റോ എല്ലാം ഒടിഞ്ഞാൽ എല്ലാം കൂടെ നല്ലൊരു തുക. അതെ, കഴിഞ്ഞോ? ഇല്ല, നമുക്ക് തിരിച്ച് അപ്പുറത്തൂടെ അങ്ങ് പോകാവുന്നു. പോകാം. ഒരു മിനിറ്റ്, ഇത് കഴിയാറായി. നല്ല അപ്പുറത്തുള്ളത് എങ്ങനെയൊക്കെ നല്ലത് ഇത്. ഇതെല്ലാം നല്ല കായം മുഴുവൻ മണല. അതായത് അന്ന് നമുക്ക് ലോറി ഉള്ളപ്പം വണ്ടി കഴുകാൻ വള്ളംകുളത്ത് കൊണ്ടിടും ആറ്റില്, മനക്കത്തറ. അവിടുന്ന് വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഓരോ ഓടും. അന്ന് ടിപ്പർ അല്ലല്ലോ, സൈഡ് തുറക്കുന്ന ഇതാ, 3 സൈഡും തുറക്കാവുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇട്ടിട്ട് നികത്തിയാ അങ്ങ് വരെ. നല്ല കായ്ഫലമുള്ള തെങ്ങ. അത് ഇപ്പോഴത്തെ വിലക്ക് 35 രൂപ 40 രൂപ വിലയുണ്ട് തേങ്ങയ്ക്ക്. വെളിച്ചെണ്ണയ്ക്ക് 450 ബോംബെയില് 550. എന്തോ പറയാ, ലൈനിന്റെ മേളിലായി പോയില്ലേ വീണാലേ. അല്ലെ ഇവര് കമ്പി വലിച്ചു കെട്ടിയാ മതി അല്ലേ? അത് സമ്മതിക്കത്തില്ല, കമ്പി വലിച്ചു കെട്ടാൻ. കാറ്റ് കമ്പിയൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. ആണല്ലേ? എന്റെ ആ തേക്ക് വെട്ടണ്ടായിരുന്നു, ഞാനങ്ങ് വെട്ടിച്ചു. കാര്യം അത് ഒടി കഴിഞ്ഞോ? തീരാറേ. നമുക്ക് പെട്രോൾ ടാങ്കിൽ കയറണം കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി എവിടെയെങ്കിലും ഇടത്തായി കയറിയാലും ഇതാകുമ്പോ അതാ കയറി നിന്നാ മതി, മരത്തേലൊന്നും കയറണ്ടല്ലോ. ഇതാകുമ്പോളേ ആ ക്രെയിനെ കയറി നിന്നാ മതി, മരത്തേലൊന്നും കയറാൻ ഒരു അപകടവും പറ്റത്തില്ല. മേളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിടാം. തിരികെ നമ്മൾ ഇവിടെ നിന്നാ നമുക്ക് പോയത് തിരിച്ചു തരണ്ടേ? കഴിയാറായി. അമ്പലപ്പുഴ വരെ പോവുക, നാളെ കൂടെ നോക്കുക. ഇതിപ്പോ തീരാറായി. എവിടെ അച്ഛൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നോ? എവിടെ? റോഡിൽ ഇറങ്ങി നോക്കിയായിരുന്നു ഇവന്മാരെ എന്തോ ചെയ്യാന്ന്. പെട്ടെന്നാ പരിപാടി.